ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ചേഞ്ച് ഇൻ പൊസിഷൻ ആൻഡ് ടേംസ് എന്നുള്ള ആ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചോദ്യം വരുന്നതെന്ന് വെച്ചാൽ, ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി തരും. അതിൻ്റെ 10ാമത്തെ ടേം അല്ലെങ്കിൽ 20ാമത്തെ ടേം 25ാമത്തെ ടേം ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ഉദാഹരണങ്ങൾ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനൊരു ചോദ്യം എഴുതിയിട്ടുണ്ട് 19, 28, 37 എക്സെട്ര. ഇതൊരു സമാന്തര ശ്രേണിയാണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അതിൻ്റെ 10ാമത്തെ ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, 10ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മളിവിടെ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം ഇതിൻ്റെ പൊസിഷൻ എല്ലാം ഒന്ന് എഴുതാം. പൊസിഷൻ ഏത് പൊസിഷനിലാണ് 19 വരുന്നത്, അപ്പം അങ്ങനെ ഒന്ന് നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ പൊസിഷൻ, അതായത് 1ാമത്തെ പൊസിഷനിൽ ഏത് ടേമാണ് വരുന്നത്? 1ാമത്തെ പൊസിഷനിൽ 19 എന്ന ടേമാണ് വരുന്നത്. ഇനി 2ാമത്തെ പൊസിഷനിൽ 28 എന്ന നമ്പറാണ് വരുന്നത്. 3ാമത്തെ പൊസിഷനിൽ 37 വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പൊസിഷൻ മാറി 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 നമുക്ക് എക്സെട്ര ഇട്ട് പോവാം. 10ാമത്തെ പൊസിഷനാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിത് അറിയത്തില്ല, ഏതാണ് നമ്പർ എന്താണ് വരുന്നത്, 10ാമത്തെ പൊസിഷനിൽ എന്താണ് വരുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, 1ാമത്തെ പൊസിഷനിൽ നിന്ന് 2ാമത്തെ പൊസിഷനിലേക്ക് പോകുമ്പോൾ നമ്പറിൽ വന്ന വ്യത്യാസം, ചേഞ്ച് എത്രയാണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ എത്ര മാറി എത്ര കൂടിയാണ് വന്നിരിക്കുന്നത്? ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്ന ഒരു സീക്വൻസ് ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കണം എത്ര ടേമിൽ എത്ര ചേഞ്ച് വന്നു. അതായത് 28ൽ നിന്ന് 19 കുറച്ചാൽ മതിയല്ലോ. അപ്പോൾ എത്ര കിട്ടി? 9 ചേഞ്ച് വന്നിരിക്കുന്നത്. അതായത് കോമൺ ഡിഫറൻസ്, അതിലെ പൊതു വ്യത്യാസമാണ് ഈ 9 ആണല്ലോ. അടുത്തടുത്തുള്ള 2 പദങ്ങളിൽ 2ാമത്തതിൽ നിന്ന് ആദ്യത്തത് കുറയ്ക്കുമ്പോഴാണ് പൊതുവ്യത്യാസം കിട്ടുന്നത്. നമ്മൾ ആ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് നമ്മൾ പഠിച്ചു, മനസ്സിലാക്കിയതാണ്. അപ്പോൾ 1ാമത്തെ പൊസിഷനിൽ നിന്ന് 2ാമത്തെ പൊസിഷനിലേക്ക് മാറാൻ വേണ്ടിയിട്ട് മാറിയപ്പോൾ ടേംസിൽ വന്ന ചേഞ്ചാണ് ഈ 9. ഇനി നമുക്ക് 3ാമത്തെ പൊസിഷൻ വരെ അറിയാം, 10ാമത്തെ പൊസിഷനിൽ എത്തണം. നമുക്ക് ഈ 3ാമത്തതിൽ നിന്ന് 10ാമത്തതിലോട്ട് വേണമെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെ 1ാമത്തതിൽ വെച്ചിട്ട് 10ാമത്തതിൽ കണ്ടുപിടിക്കുകയും ചെയ്യാം. അപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം രണ്ടും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 3ാമത്തെ പൊസിഷനിൽ നിന്ന് 10ാമത്തെ പൊസിഷനിലെത്താൻ എത്ര പോകണം? 3ാമത്തതിൽ നിന്ന് 10ാമത്തതിലെത്താൻ എത്ര മാറണം? 10 - 3 = 7. പൊസിഷനിൽ വന്ന ചേഞ്ച് ആണ് 7. പൊസിഷനിൽ വന്ന ചേഞ്ച് ആണ് 7. അപ്പൊ ടേമിലും അതുപോലെ ചേഞ്ച് വരണമല്ലോ. 7 പ്രാവശ്യം എന്ത് ചേഞ്ച് വരണം? 9. 7 പ്രാവശ്യം ഈ ഓരോ അടുത്തടുത്ത ടേം നോക്കുമ്പോൾ 9 ചേഞ്ച് വന്നിരിക്കുന്നത്. ആ ചേഞ്ച് എത്ര പ്രാവശ്യം വേണം? 7 പ്രാവശ്യം വേണം. കാരണം 3ാമത്തെ പൊസിഷനിൽ നിന്ന് 10ാമത്തെ പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് പൊസിഷനിൽ വന്ന ചേഞ്ച് ആണ് 7. അപ്പൊ 7 പ്രാവശ്യം മാറണം. ആരുടെ കൂടെ കൂട്ടണം? എന്നിട്ട് ഈ 3ാമത്തെ സ്ഥാനത്തിരിക്കുന്ന 37ന്റെ കൂടെ ഈ 7 × 9 കൂട്ടിയാലാണ് നമുക്ക് 10ാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന സംഖ്യ കിട്ടത്തുള്ളൂ. അപ്പോൾ 37 + 63 = 100 എന്ന ആൻസർ കിട്ടി. ഇതിപ്പോൾ 3ാമത്തെ പൊസിഷനിൽ നിന്ന് 10ാമത്തെ പൊസിഷനിലേക്ക് പോകുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്കിപ്പോൾ 3ാമത്തെ പൊസിഷന് ഇല്ല എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 1ാമത്തെ പൊസിഷനിൽ നിന്ന് എങ്ങനെ 10ാമത്തെ പൊസിഷനിൽ പോകാം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. 1ാമത്തെ പൊസിഷനിൽ നിന്ന് 10ാമത്തേലേക്ക് പോകുമ്പം വരുന്ന പൊസിഷനിലെ ചേഞ്ച് എത്രയാന്ന് നോക്കാം. പൊസിഷനിലെ ചേഞ്ച് 10ൽ നിന്ന് -1 9. ക്ലിയർ ആയോ? അന്നേരം വന്ന ടേംസിലെ ചേഞ്ചാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് 1ാമത്തെ ടേമിൻ്റെ കൂടെ എത്ര പ്രാവശ്യം ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 9 × 9 ആഡ് ചെയ്യണം. ആദ്യത്തെ 9 എന്ന് പറയുന്നത്
ഈ പൊസിഷനിലെ ചേഞ്ചാണ്. രണ്ടാമത്തെ 9 എന്ന് പറയുന്നത് ഈ പദങ്ങൾ ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 19 + 81 അത് 100 ആയി. രണ്ടും സെയിം ആൻസർ അല്ലേ കിട്ടിയത്? അപ്പോൾ നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി തന്നാൽ നമുക്ക് എത്രാമത്തെ പദം വേണമെങ്കിലും കണ്ടുപിടിക്കാം. അത് അവസാനത്തെ ടേം തന്നിരിക്കുന്ന 3-ൽ നിന്ന് വേണേൽ സ്റ്റാർട്ട് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ല എങ്കിൽ ഒന്നാമത്തതിൽ നിന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം, സെയിം ആൻസർ തന്നെ കിട്ടും. അപ്പോൾ വേറൊരു ചോദ്യം ഞാൻ തരാം. ഇവിടെ ഈ ചോദ്യത്തിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ടേംസ്, അതായത് 19, 28, 37 കൂടിയാ വരുന്ന പദങ്ങൾ. ഇനി ഞാനൊരു എക്സാമ്പിൾ തരാം. കുറഞ്ഞു വരുന്നു. അവിടെയും എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഈ ചോദ്യം നോക്കിക്കാം. 91, 82, 73 എക്സെട്ര. ഫൈൻ 10th ടേം. 10ാം പദം കണ്ടുപിടിക്കണം. പദങ്ങൾ 91, 82, 73. ഈ പദങ്ങൾ നമുക്ക് നോക്കുമ്പോഴേ അറിയാം ഇത് കുറഞ്ഞാ വരുന്നതെന്നറിയാം. ഇപ്പം നമുക്ക് നേരത്തെ പോലെ തന്നെ പൊസിഷനും ടേംസും ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ പൊസിഷൻ ആദ്യം എഴുതാം. അതായത് ഒന്നാമത്തെ പൊസിഷനിൽ 91 ടേം വന്നിരിക്കുന്നത്, പദം വന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പൊസിഷനിൽ 82 പദം വന്നിരിക്കുന്നത്. മൂന്നാമത്തെ പൊസിഷനിൽ 73 പദം വന്നിരിക്കുന്നത്. ഇങ്ങനെ അങ്ങ് പോയാൽ 10ാമത്തെ പദം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ പദത്തിൽ നിന്ന് നമുക്ക് ചെയ്തു നോക്കാം, ഒന്നാമത്തെ പദത്തിൽ നിന്നും ചെയ്തു നോക്കാം. എന്താണെങ്കിലും ചേഞ്ച് ഇൻ ടേം ഒന്ന് കണ്ടുപിടിക്കണം അല്ലെ. അതായത് ഒന്നാമത്തെ പൊസിഷനിൽ നിന്ന് രണ്ടാമത്തെ പൊസിഷനിലേക്ക് പോകുമ്പോൾ പദങ്ങളിൽ വന്ന വ്യത്യാസം എത്രയാണ്, ടേംസിൽ വന്ന ചേഞ്ച് എത്രയാണ്, ചേഞ്ച് ഇൻ ടേംസ് എത്രയാണെന്ന് നോക്കുമ്പോൾ ഈ രണ്ടാമത്തെ പദത്തിൽ നിന്ന് വേണം ഒന്നാമത്തെ പദം കുറയ്ക്കാനായിട്ട്. രണ്ടാമത്തെ പദം 82, അതിൽ നിന്ന് വേണം 91 കുറയ്ക്കാനായിട്ട്. അപ്പൊ എത്ര വന്നു? -9 വന്നു. ഇനി ഇവിടെ 10ാമത്തെ പദമാണ് നമുക്ക് വേണ്ടത്. 10ാമത്തെ പദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മൂന്നാമത്തെ പദത്തിൽ നിന്ന് അങ്ങോട്ട് പോകാം. മൂന്നാമത്തെ പദത്തിൽ നിന്ന് പോകുമ്പോൾ വന്ന പൊസിഷനിലെ വ്യത്യാസം എത്രയാണ്? 10ന്ന് 3 പോയപ്പം 7 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഗുണിക്കണം. ആരുടെ കൂടെ? ഈ 73യുടെ കൂടെ. അപ്പോൾ 10ാമത്തെ ടേം 10th ടേം എങ്ങനെ എഴുതാം? 73ന്റെ കൂടെ 7 പ്രാവശ്യം ആര്? -9നെ ഗുണിച്ചിട്ട് ഈ 73ന്റെ കൂടെ കൂട്ടണം. അപ്പൊ 73, ഇത് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആകുമ്പോൾ ആൻസർ മൈനസ് ആവുമല്ലോ. ഇനി 9 7s are 63 ആണ്. അപ്പോ 73ന്ന് 63 കുറച്ചപ്പോൾ എത്ര വന്നു? 10 വന്നു. അപ്പൊ 10ാമത്തെ ടേം എന്ത് കിട്ടി? 10 കിട്ടി. നമ്മൾ എവിടെ നിന്നാ തുടങ്ങിയത്? മൂന്നാമത്തെ ടേമിൽ നിന്നാണ് നമ്മൾ പോയത്. ഇനി നമുക്ക് എവിടെ നിന്ന് തുടങ്ങിയെന്ന് നോക്കാം. ഒന്നാമത്തെ ടേമിൽ നിന്നൊന്ന് തുടങ്ങി നോക്കാം അല്ലേ. ഒന്നാമത്തെ ടേമിൽ നിന്ന് പോകുമ്പം വ്യത്യാസം എത്രയാ? ഒന്നാമത്തെ ടേമിൽ നിന്ന് 10ാമത്തെ ടേമിൽ എത്തണമെങ്കിൽ എത്ര പൊസിഷൻ മാറി? 9 പൊസിഷൻ മാറി. ഓരോ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? -9 ആണ്. അപ്പൊ 10ാമത്തെ പദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ പദമായ 91ന്റെ കൂടെ 9 പ്രാവശ്യം, പൊസിഷനിലെ ചേഞ്ച് വന്ന 9 ആണ്, 9 പ്രാവശ്യം പദങ്ങളിലെ വ്യത്യാസം എത്ര വന്ന്? -9നെ ഗുണിക്കണം. അപ്പൊ 99 പ്ലസ് മൈനസ്, പോസിറ്റീവിന്റെ നെഗറ്റീവ് മൈനസ് ആണ്, അപ്പൊ മൈനസ് എഴുതാം നമുക്ക്. 9 9s are 81. 91 - 81 എന്താണ്? 10 ആണ്. സെയിം ആൻസർ കിട്ടിയില്ലേ? ഇനി ഇതിനെ ബേസ് ചെയ്തുള്ള 2 ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമ്മുടെ ചോദ്യം ഇതാണ്: 1, 11, 21 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ 25ാമത്തെ പദം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ശ്രേണിയിലെ പൊസിഷനും ടേംസും ഒന്ന് എഴുതി നോക്കാം. അപ്പൊ പൊസിഷൻ, ഒന്നാമത്തെ പൊസിഷനിൽ വരുന്ന പദം എത്രയാണ്? ഒന്നാമത്തെ പൊസിഷനിൽ വരുന്ന പദം 1 തന്നെ.
രണ്ടാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്നത് 11, മൂന്നാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്ന 21. അങ്ങനെ പോയാൽ 25ാമത്തെ പൊസിഷനിൽ വരുന്ന നമ്പർ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മൂന്നാമത്തതിൽ നിന്ന് തുടങ്ങണമെന്നൊന്നുമില്ല, എപ്പോഴും ഒന്നാമത്തെ പൊസിഷനിൽ നിന്ന് തുടങ്ങിയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ പൊസിഷനിൽ നിന്ന് 25ാമത്തെ പൊസിഷൻ വരെ എത്താനായിട്ട് പൊസിഷനിൽ വന്ന മാറ്റം, ചേഞ്ച് ഇൻ പൊസിഷൻ എത്ര വന്നു? 25ന്ന് 1 കുറച്ചപ്പോൾ 24 പൊസിഷൻ മാറി. ഇനി അടുത്തടുത്തുള്ള പദങ്ങൾ തമ്മിലുള്ള ചേഞ്ച് എത്രയാണെന്നൊന്ന് നോക്കിക്കേ. അടുത്തടുത്തുള്ള പദങ്ങൾ തമ്മിലുള്ള ചേഞ്ച് എത്രയാണ്? 11ന്ന് 1 പോയപ്പോൾ 10. അങ്ങനെ 10 വെച്ചിട്ട് എത്ര പ്രാവശ്യം മൂവ് ചെയ്യണം? 24 പ്രാവശ്യം മൂവ് ചെയ്യണം. എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്? ഒന്നാമത്തെ പൊസിഷനിൽ നിന്നായതുകൊണ്ട് ഒന്നാമത്തെ ടേമിന്റെ കൂടെ, ഒന്നാമത്തെ ടേമായ 1ന്റെ കൂടെ എത്ര? 10 വെച്ച് 24 പ്രാവശ്യം പോകണം. 24 × 10. അപ്പൊ എത്ര ആൻസർ കിട്ടിയത്? 1 + 240 = 241. അപ്പൊ ഈ 241 ആണ് 25th ടേം. 25th ടേം = 241 കിട്ടും. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതുപോലെ തന്നെയാണ്, അതും കൂടെ നമുക്ക് ചെയ്യാം. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ പറയുന്നത്? 100, 95, 90 എന്ന സമാന്തര ശ്രേണിയിലെ 21ാമത്തെ പദമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെയും നമുക്ക് പൊസിഷനും ടേംസും എഴുതാം. അതായത് ഒന്നാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്ന നമ്പർ എത്രയാണ്? 100 ആണ്. രണ്ടാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്ന നമ്പർ 95 ആണ്. മൂന്നാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്നത് 90 ആണ്. അങ്ങനെ പോയാൽ 21ാമത്തെ പൊസിഷനിൽ ഏത് നമ്പറാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഒന്നാമത്തെ പൊസിഷനിൽ തന്നെ വ്യത്യാസം നോക്കാം. ഒന്നാമത്തെ പൊസിഷനിൽ നിന്ന് 21ാമത്തെ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി ചേഞ്ച് എത്ര പൊസിഷൻ മാറി? ചേഞ്ച് ഇൻ പൊസിഷൻ നമുക്ക് എഴുതി നോക്കാം. ചേഞ്ച് ഇൻ പൊസിഷൻ, ചേഞ്ച് ഇൻ പൊസിഷൻ എത്രയാണ്? 21ന്ന് 1 പോയപ്പോൾ 20 പൊസിഷൻ മാറി. പിന്നെ നമുക്കറിയാവുന്ന കാര്യം എന്താണ്? ഇതൊരു സമാന്തര ശ്രേണിയാണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ ഒരേ സംഖ്യയേ ഉള്ളൂ കൂടി വരത്തുള്ളൂ. ഇവിടെ നമുക്ക് ശ്രേണി നോക്കുമ്പോഴേ അറിയാം, ആ സീക്വൻസ് നോക്കുമ്പോഴേ അറിയാം 100, 95, 90 കുറഞ്ഞു വരികയാണ്. അപ്പോൾ ആൻസർ കുറഞ്ഞു വരണം. ഇനി എത്ര വീതമാണ് കുറഞ്ഞിരിക്കുന്നത്? ഇവിടെ ടേംസ് ഒന്നാമത്തെ പൊസിഷനിൽ രണ്ടാമത്തെ പൊസിഷനിലേക്ക് പോയപ്പോൾ എത്രയാണ് കുറഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാണ് കണ്ടുപിടിക്കുന്നത്? രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം സബ്ട്രാക്ട് ചെയ്താൽ പോരെ. അപ്പോൾ -5 കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രം മതി. കുറഞ്ഞു വരികയാണെങ്കിൽ നമ്പർ കുറഞ്ഞു വരികയാണെങ്കിൽ ആൻസർ കിട്ടുമ്പോഴും ചെറുതായി വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ -5 ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ചാൽ മതി. ഇവിടെ നമ്മൾ കൂട്ടിയാണല്ലോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തത്. അതായത് ഒന്നാമത്തെ നമ്പറായ 100ന്റെ കൂടെ എത്ര പ്രാവശ്യം? 20 പ്രാവശ്യം -5നെ കൂട്ടണം. 20 പ്രാവശ്യം -5നെ കൂട്ടണം. അല്ലെങ്കിൽ ഇത് വേറൊരു രീതിയിൽ പറയാൻ മേലെ 20 പ്രാവശ്യം 5നെ കുറച്ചാൽ മതി എന്ന് പറയാം, അല്ലേ? അപ്പൊ ഏത് രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ 100 - 100, 20 × 5 100, 100 × 100 പോയപ്പോൾ 0. അപ്പോൾ 21ാമത്തെ ടേം, 21st ടേം എന്താ ആൻസർ കിട്ടിയത്? 21st ടേം 21ാമത്തെ പദം എന്ന് പറയുന്നത് 0 ഇപ്പം 2 തരത്തിലും വന്നാൽ ചെയ്യാൻ മനസ്സിലായല്ലോ. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ കൂടി വരുന്നതാണ്, അവിടെ ഈ -സൈൻ വരികയല്ല. രണ്ടാമത്തത് ശ്രദ്ധിക്കേണ്ടത് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വ്യത്യാസം കണ്ടിട്ട് ഇവിടെ കുറച്ചാൽ മതി. കുറഞ്ഞാണ് വരുന്നത്, കുറച്ചാൽ മതി. അതിന് പകരം ഇവിടെ പൊതുവ്യത്യാസം കണ്ടിട്ട് -സൈൻ ഇട്ട് പോയാലും മതി. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. 20 × 5 100 വരും. 100നെ 100ൽ നിന്ന് കുറച്ചും വേണമെങ്കിൽ ചെയ്യാം. അല്ല എങ്കിൽ 20 × -5 ചെയ്തിട്ട് 100ന്റെ കൂടെ കൂട്ടിയാൽ മതി.